കഴിഞ്ഞ വർഷം ഒരുപാട് പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ളതാണ്. പാഠപുസ്തക രചനയിൽ വിദ്യാർത്ഥികളെ നെഞ്ചോട് ചേർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പ്രിൻ്റ് ചെയ്ത് തയ്യാറാക്കി 3 കോടി പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ എത്തിച്ചത് ഒരു ചരിത്ര സംഭവമാണെന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ രചനകൾ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തിന് കുട്ടികളുടെ അഭിപ്രായം കേട്ടാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പോലും നമുക്ക് അഭിമാനിക്കാൻ കഴിയും. അതുമാത്രമല്ല, കുട്ടികൾക്ക് വായിക്കുവാനും വളരുവാനും നിരവധി പുസ്തകങ്ങൾ SCERT പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ സാമ്പത്തിക അച്ചടക്കം മുതൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം വരെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം മാറ്റം എന്നത് പണക്കൈമാറ്റം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഇല്ലാതാക്കുവാൻ ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തി എന്നത് വലിയ കാര്യമാണ്. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അനധ്യാപക സ്ഥലം മാറ്റം കഴിഞ്ഞു. 1,92,200 വരുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഓൺലൈൻ വഴി വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതും ഒരു പുതുമ നിറഞ്ഞ പ്രത്യേകതയുള്ള കാര്യമാണ്. ആർക്കും തന്നെ ഒരു പരാതിയുമില്ല. സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത് പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയോടുകൂടിയാണ്. വിവിധ വിദ്യാർത്ഥി, യുവജന, തൊഴിലാളി സംഘടനകൾ അതിൽ പങ്കാളികളായി. അവർക്കെൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. നാളെ മുതൽ 2 ആഴ്ചക്കാലം പഴയ അറിവുകൾ പുതുക്കലാണ്. അതിന് പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം പൗരബോധം ഉളവാക്കുന്ന വിഷയങ്ങളും പഠിപ്പിക്കും. ജൂൺ മാസം 3-ാം തീയതി ലഹരിക്കെതിരെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ നാടകം, സെമിനാറുകൾ, റോൾ പ്ലേ, ചർച്ചകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ജൂൺ മാസം 4-ാം തീയതി റോഡ് നിയമങ്ങൾക്ക് പുറമെ സ്കൂൾ വാഹനങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കും. ജൂൺ മാസം 5-ാം തീയതി വ്യക്തി ശുചിത്വം, മാലിന്യ സംസ്കരണം, ഹരിത ക്യാമ്പസ്, സ്കൂൾ സൗന്ദര്യവൽക്കരണം, ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ജൂൺ മാസം 9-ാം തീയതി ആരോഗ്യം, വ്യവസായം, കായികക്ഷമത, ആഹാരശീലങ്ങൾ, ഭക്ഷണക്രമം, ഇതിനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ജൂൺ 10-ന് മൊബൈൽ ഫോൺ, ടാബ് തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ വിവേകത്തോടുകൂടിയും വിവേചന ബുദ്ധിയോടുകൂടിയും എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. ജൂൺ മാസം 11-ാം തീയതി പൊതുമുതൽ സംരക്ഷണം, നിയമബോധം, കാലാവസ്ഥ മുൻകരുതൽ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ്. ജൂൺ 12-ാം തീയതി പരസ്പര സഹകരണം. ജൂൺ 13-ാം തീയതി പൊതു ക്രോഡീകരണം, +1 സീറ്റ് ഉറപ്പാക്കൽ